നിതിൻ രാജ് ജീവനൊടുക്കിയതിന് പിന്നിൽ ലോൺ ആപ്പിന്റെ ഭീഷണിയും കോളേജിലെ വിചാരണയും. ഇൻസ്റ്റാപേ എന്ന ആപ്പിൽ നിന്ന് ഏപ്രിൽ 9-ന് 98 സന്ദേശങ്ങളാണ് എത്തിയത്. നിതിന്റെ പ്രിയപ്പെട്ട ടീച്ചർ ലതയ്ക്ക് ആപ്പിൽ നിന്ന് സന്ദേശമെത്തിയതും ദുഃഖിതനാക്കി. ടീച്ചർ പരാതി നൽകാൻ ഒരുങ്ങുന്നതിനിടെയാണ് ആത്മഹത്യയെന്നാണ് വിവരം. ഇതിനിടെ നിതിൻ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. മിഥുൻ, ലോൺ ആപ്പ് ഒരു പ്രതിസന്ധിയായി, പക്ഷേ മറ്റൊന്ന് കോളേജിൽ നിന്ന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ വലിയ വേദനിപ്പിക്കുന്ന വാർത്തയായി നിതിൻ രാജിന്റെ ആത്മഹത്യ മാറുമ്പോൾ പിന്നിലേറെ ദുരൂഹതകളോ? തീർച്ചയായും കൃഷ്ണരാജ്, അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം അതിവേഗം പുരോഗമിക്കുകയാണ്. ഈ അന്വേഷണത്തിനിടയിലാണ് നിർണായകമായ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതായത് പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് നിതിൻ രാജ് ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. മാത്രമല്ല, നിതിൻ രാജ് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത് കണ്ട ദൃക്സാക്ഷി മൊഴികളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതായത് അനിഷ്ടകരമായ എന്തോ ഒരു സംഭവം ഈ ഒരു പ്രിൻസിപ്പലിന്റെ മുറിയിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിലൂടെ തെളിയുന്നത്. മറ്റൊന്ന്, ഈ മരണപ്പെടുന്ന അന്ന് രാവിലെ തൊട്ട് ഏതാണ്ട് അതായത് 9-ാം തീയതി ഏതാണ്ട് 98 സന്ദേശങ്ങളാണ് നിതിൻ രാജിൻ്റെ മൊബൈലിലേക്ക് വന്നിരിക്കുന്നത്. അതായത് ഇൻസ്റ്റാപേ ആപ്പ് എന്ന് പറയുന്ന ലോൺ ആപ്പിൽ നിന്ന് നിതിൻ രാജ് പണം കടമെടുത്തിരുന്നു. ഈ പണം കടമെടുത്തതുമായി ബന്ധപ്പെട്ട തിരിച്ചടവ് മുടങ്ങിയതോടുകൂടിയാണ് ഈ നിതിൻ രാജിൻ്റെ ഫോണിലേക്ക് ഇത്തരത്തിൽ 98 സന്ദേശങ്ങൾ എത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, നിതിൻ രാജിൻ്റെ മൊബൈലിൽ നിന്നുള്ള മറ്റ് നമ്പറുകളിലേക്കും ഇത്തരം മെസ്സേജുകൾ പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതിൽ തന്നെ നിതിൻ രാജിൻ്റെ പ്രിയപ്പെട്ട അധ്യാപികയാണ് ലതയുടെ നമ്പറിലേക്കും ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങളും മറ്റും പോയിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ പ്രിൻസിപ്പാളിൻ്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ഈ പ്രിൻസിപ്പൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചിരുന്നു. അതിൽ ഈ നിതിൻ രാജിനൊരു മനോവിഷമം ഉണ്ടായതായി തന്നെയാണ് പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തുന്നത്. മാത്രമല്ല, ഈ ലത എന്ന ഈ നിതിൻ രാജിൻ്റെ പ്രിയപ്പെട്ട അധ്യാപിക പരാതി കൊടുക്കാൻ തുനിഞ്ഞതും ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ചിരിക്കാമെന്ന് കൂടി ഇവർ കണക്ക് കൂട്ടുന്നുണ്ട്. ഏതായാലും മാത്രമല്ല, ഈ പ്രിൻസിപ്പൽ നിതിൻ രാജിൻ്റെ ഫോണ് പിടിച്ചു വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇൻസ്റ്റാപേ ആപ്പ് എന്ന ലോൺ ആപ്പിൽ നിന്നുള്ള ഭീഷണിയും അതുപോലെ തന്നെ പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ വെച്ചുള്ള ചോദ്യം ചെയ്യലും, രണ്ട് കാര്യങ്ങളും നിതിൻ രാജിനെ വലിയ സമ്മർദ്ദത്തിലേക്ക് നയിച്ചിരിക്കാം. അതുതന്നെയായിരിക്കും മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു സൂചന തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചുള്ളത്. മറ്റൊന്ന്, നിതിൻ രാജിൻ്റെതായി പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തിൽ ഈ അധ്യാപകരുടേതുൾപ്പെടെ നടപടികളെ കൃത്യമായി ചോദ്യം ചെയ്യുന്ന ധൈര്യവാനായ ഒരു നിതിൻ രാജിനെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരത്തിൽ ധൈര്യശാലിയായ ഒരു കുട്ടി എങ്ങനെയാണ് ദുർബലമായൊരു വിഷയത്തിൽ ആത്മഹത്യ ചെയ്യുക എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഇൻസ്റ്റാപേ ആപ്പ് എന്ന് പറയുന്ന ഈ ആപ്പിൽ നിന്ന്, ലോൺ ആപ്പിൽ നിന്നുള്ള ഭീഷണി ഇത്തരത്തിൽ വലിയ സമ്മർദ്ദം നിതിൻ രാജിന് ഉണ്ടാക്കിയത്. സ്വാഭാവികമായും സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട നിരന്തരം ഭീഷണിയും സമ്മർദ്ദവും ഉണ്ടാകുമ്പോൾ ഒരാൾ, അതും 22 വയസ്സ് മാത്രമുള്ളൊരു യുവാവ്, വലിയ സമ്മർദ്ദത്തിൽ അടിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുതന്നെ ആയിരിക്കണം. മാത്രമല്ല, തൻ്റെ പ്രിയപ്പെട്ട അധ്യാപികയ്ക്ക് താൻ മൂലം വലിയ ബുദ്ധിമുട്ടുണ്ടായി എന്ന തിരിച്ചറിവ് കൂടി ഇത്തരത്തിലൊരു കടുത്ത തീരുമാനത്തിലേക്ക് നിതിൻ രാജിനെ നയിച്ചിരിക്കാമെന്നൊരു വിവരം കൂടിയാണ് പോലീസിനുള്ളത്. കൃഷ്ണരാജ്. മിഥുൻ, അതായത് ഈ ആപ്പ് ഒരു വശത്ത് നിൽക്കുന്നു, പ്രിയപ്പെട്ട അധ്യാപികയ്ക്ക് പോലും മെസ്സേജ് വന്നത് നിതിൻ രാജിനെ ഏറെ വിഷമത്തിലാക്കുന്നു. പക്ഷേ നമ്മൾ ഏറ്റവും ശ്രദ്ധ കൊടുക്കേണ്ടത് ഈ ദുരൂഹത, അതിന് പിന്നിൽ റാമെന്ന അധ്യാപകൻ, അദ്ദേഹത്തെക്കുറിച്ച് ആ കോളേജിലെ വിദ്യാർത്ഥിനികൾ പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെയല്ലേ? നോക്കൂ, ഇപ്പോഴും ഒരക്ഷരം പറയുന്നില്ല മുഖ്യമന്ത്രി. DGP എന്ന നിലക്കണ്ടവർ പരാതി നൽകിക്കഴിഞ്ഞു. ഇന്ന് മുഖ്യമന്ത്രിയെ കാണാനിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരുപക്ഷെ നേരിട്ട് ഇതൊരു വലിയ വിഷയമായി ചർച്ച ചെയ്യപ്പെടേണ്ടതും ഈ കുടുംബാംഗങ്ങൾ പരാതിപ്പെടാതെ തന്നെ ഇന്നലെ ആ പെൺകുട്ടികൾ പറഞ്ഞ കാര്യങ്ങൾ പരിഗണിച്ചും ഈ കേസ് സജീവമാക്കേണ്ടതല്ലേ? അതിന് കാരണം അധ്യാപകൻ ബോഡി ഷെയിം നടത്തുന്നു എന്ന് പറഞ്ഞു. ഇത് സാറല്ല, മൃഗമാണെന്നൊരു കുട്ടി പറഞ്ഞു. ആ കുട്ടികളൊക്കെ വളരെ സജീവമായി വന്ന് ചാനൽ മൈക്കിന് മുന്നിൽ സത്യം വിളിച്ചു പറയുന്നു. നിതിൻ രാജ് പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇത്
പോലീസ് വളരെ ഗൗരവത്തോടെ എടുത്ത് സ്വമേധയാ മുന്നോട്ട് പോകേണ്ട ഒരു സംഭവമായി മാറുന്നില്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, നമ്മൾ പറഞ്ഞു നിർത്തിയ അവിടെ തന്നെയാണ്. അതായത് ഒരു പ്രശ്നവും ഇല്ലാത്തപ്പോൾ പോലും വിദ്യാർത്ഥികളെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കുന്ന, വല്ലാതെ ഭീഷണിപ്പെടുത്തുന്ന, വല്ലാതെ അധിക്ഷേപിക്കുന്ന അധ്യാപകരുള്ള അതേ ക്യാമ്പസിൽ ഇത്തരമൊരു ലോണാപ്പിൻ്റെ വിഷയം വന്ന സ്ഥിതിക്ക് ഏത് രീതിയിലുള്ള അധിക്ഷേപം നിതിൻ രാജ് നേരിട്ടിരിക്കാമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഒരു പ്രശ്നവുമില്ലാത്തപ്പോൾ പോലും നിറത്തിൻ്റെയും അല്ലെങ്കിൽ ശരീരഘടനയുടെയും ഒക്കെ പേരിൽ അധിക്ഷേപം നേരിടുന്ന ഒരു ക്യാമ്പസിൽ ഒരു വിഷയം കൂടി അവരുടെ മുന്നിലുള്ള സമയത്ത് ഏതൊക്കെ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ നിതിൻ രാജ് നേരിട്ടിരിക്കാം എന്നുള്ളത് ഊഹിക്കാൻ പറ്റുന്നൊരു കാര്യം മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായും ഭീകരമായ അധിക്ഷേപങ്ങൾ നിതിൻ രാജ് ഈ ക്യാമ്പസിൽ വെച്ച് നേരിട്ടിരിക്കണം, പ്രിൻസിപ്പളിൻ്റെ മുറിയിൽ വെച്ച് നേരിട്ടിരിക്കണം. അല്ലെങ്കിൽ ധൈര്യവാനായ ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് കരഞ്ഞുകൊണ്ട് പ്രിൻസിപ്പളിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്? അപ്പോൾ അത്രമേൽ വിഷമം അല്ലെങ്കിൽ അത്രമേൽ അധിക്ഷേപം നിതിൻ രാജ് നേരിട്ടിരിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന് കൃഷ്ണരാജ് പറഞ്ഞു നിർത്തിയെടുത്ത്, അതായത് NK റാം എന്ന് പറയുന്ന അവരുടെ ഈ കോളേജിലെ പ്രധാനപ്പെട്ട അധ്യാപകൻ, ആ അധ്യാപകൻ എത്രത്തോളം വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എത്രത്തോളം വലിയ അധിക്ഷേപങ്ങളാണ് ഈ കോളേജിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അത്തരമൊരു കുട്ടികളെ ഒരു മനുഷ്യന്മാരായി പോലും കാണാത്ത അധ്യാപകനെതിരെ വിദ്യാർത്ഥികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടി എടുക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കൃഷ്ണരാജ്. യെസ്, ഏതായാലും പ്രിൻസിപ്പലിൻ്റെ റൂമിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ കിട്ടുന്നു. അതിന് പിന്നിൽ എന്താണ്, പാടില്ലാത്ത എന്തോ സംഭവിക്കുന്നു എന്ന് നിഗമനത്തിലെത്തുകയാണ് പോലീസ്. ഇപ്പോൾ വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള.